കർണാടകയിലെ ഗോകർണത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് കുഡ്ലെ ബീച്ച്, അതുപോലെ തന്നെ ഓം ബീച്ച്, അതുപോലെ മറ്റൊരു ബീച്ചാണ് ഹാഫ് മൂൺ ബീച്ച്. അതിനുശേഷം വരുന്നൊരു ബീച്ചാണ് പാരഡൈസ് ബീച്ച് ആൻഡ് ഗോകർണ മെയിൻ ബീച്ച്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ട്രക്കിംഗ്. പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ യാത്രയിലെ അതിമനോഹരമായ കാഴ്ചകളും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ട്രെയിന്. നമ്മൾ കാലിക്കറ്റിൽ നിന്നാണ് കയറുന്നത്. നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്ത് ഗുംതയിലേക്കാണ്. ഗുംതയിലേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗോകർണത്തേക്ക് പോകാൻ കുറച്ച് കിലോമീറ്റേഴ്സ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗോകർണത്തേക്ക് തന്നെ ടിക്കറ്റ് എടുത്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഏർലി മോർണിംഗ് അവിടെ ഇറങ്ങും. അപ്പോൾ ഇതാണ് ഗോകർണ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളിവിടെ ഇറങ്ങി, ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ ഈ ഗോകർണ റോഡ് സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗോകർണ ബീച്ചിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വല്ല ടാക്സിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ നമുക്കൊരു ടാക്സി കിട്ടിട്ടോ. ഒരു ആദ്യം 600 രൂപയ്ക്കാണ് പറഞ്ഞത്, പിന്നെ പറഞ്ഞൊരു 400 രൂപയ്ക്ക് ഉറപ്പിച്ചു. എന്തായാലും 400 രൂപയ്ക്ക് നമുക്ക് നഷ്ടമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ടാക്സിക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഒരു 1.5 കിലോമീറ്ററും കൂടി ബീച്ചിലേക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് പോലെ ചെറിയൊരു ഇടവഴിയാണ്. വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാം, പക്ഷേ നമ്മൾ സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഓട്ടോ പിടിച്ചു. ഓട്ടോക്ക് 100 രൂപയാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും നേരെ ബീച്ചിലേക്ക്. അങ്ങനെ ഇതാ ബീച്ചിലെത്തിയിട്ടോ. ഇതായിട്ട് നമ്മളെ റൂം. നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തിറങ്ങണം. അപ്പോൾ എന്തായാലും ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബീച്ചിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ്, നല്ല വൈബാണ്. അങ്ങനെ നമ്മൾ ഗോകർണ കുഡ്ലെ ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് കുഡ്ലെ ബീച്ച്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നെക്സ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് ഓം ബീച്ചാണ്. അതിനുശേഷം ഹാഫ് മൂൺ ബീച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാരഡൈസ് ബീച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബീച്ചുകൾ നമുക്ക് പോകാണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കുഡ്ലെ ബീച്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് പതിയെ അടുത്ത ബീച്ചിലോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബീച്ചും കാണണമെന്നുണ്ടെങ്കിൽ ഓരോ കുന്ന് കയറി ഇറങ്ങണം. അപ്പോൾ ഓരോ കുന്നും കയറി ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി റിസ്ക് ആയിട്ടുള്ള ഒരുപാട് വഴികൾ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 10 കിലോമീറ്റർ നമുക്കിത് ട്രെക്ക് ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ ഈ കുഡ്ലെ ബീച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഒരുപാട് ആളുകൾ അവിടെ കുളിക്കുന്നുണ്ട്, ഇറങ്ങി കുളിക്കുന്നുണ്ട്. അപ്പോൾ അതാ ആ കാണുന്നതാണ് കുഡ്ലെ ബീച്ചിൻ്റെ എൻഡിങ്. അപ്പോൾ നമുക്ക് ഓം ബീച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ കുന്ന് കയറിയിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ ആ കുന്ന് കയറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ വഴികളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, വെള്ളം, അതുപോലെ തന്നെ ബാഗ്, പിന്നെ ഷൂ കംഫർട്ട് ആണെങ്കിൽ അതിടാം, അല്ലെങ്കിൽ കാഷ്വലായിട്ട് ഇടുന്ന ചെരുപ്പ് വേണമെങ്കിൽ ഇടാം. കാരണം ട്രെക്കിംഗ് അല്ലേ. ഒരു ആരോ കാണുന്നില്ലേ, ഇതുപോലത്തെ ആരോസ് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ അത് എല്ലായിടത്തും ഉണ്ടാവില്ല കേട്ടോ, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ ഈ ഒരു ബീച്ചിൻ്റെ സൗണ്ടൊക്കെ കേട്ട് വേണം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ വഴികൾ വരുന്നത് ബീച്ചിൻ്റെ സൈഡിലൂടെ മാത്രമല്ല കേട്ടോ, അല്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിലൂടെ മാത്രമാണെങ്കിലാണ് നമുക്കിതിൻ്റെ സൗണ്ട് കേട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ഫസ്റ്റായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എന്താവും നമുക്ക് നോക്കാം. എൻ്റെ മോനെ നോക്ക്, നല്ലൊരു സ്ഥലമാണ്, വൃത്തിയേടാക്കിയിട്ടുണ്ടോ. എവിടേക്ക് ഇതുപോലെ നല്ല സ്ഥലങ്ങളുണ്ട് അവിടേക്ക് ഇതുപോലെ ആൾക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നടന്ന് കുഡ്ലെ ബീച്ചിൽ നിന്ന് ഓം ബീച്ചിലേക്ക് പോകുന്ന വഴിക്കിടെ കാണുന്ന കുറച്ച് സംഭവങ്ങളാണിത്. ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓം ബീച്ചിൻ്റെ എൻട്രിയാണിത്. ഇതാ എത്തിക്കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് ഓം ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓം ബീച്ച് എന്ന് പേര് വന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഭൂമി കിടക്കുന്ന ആ ഒരു ഷേപ്പ് ഓം ഷേപ്പിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ബീച്ചിനെ ഓം ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും താഴെ നമുക്ക് ഇറങ്ങി നോക്കാം, നല്ല അടിപൊളി വ്യൂ ആണ്. ഓം ബീച്ചിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുകളിലെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഈ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് കണ്ടോ, ഓം ഷേപ്പിലാണ് കിടക്കണേ. അപ്പോൾ
അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓം ബീച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ താഴോട്ട് ഇറങ്ങിപ്പോവാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കണ്ടോ പാറക്കെട്ടുകളാണ്. അതെ, കണ്ടോ കടൽ ഭയങ്കര ശാന്തമാണ്, വലിയ തിരമാലകളൊന്നുമില്ല, ചെറുതായിട്ടുള്ളൂ. നമുക്കിവിടെ ഇരുന്ന് കാണാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണ് കേട്ടോ. ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓം ബീച്ചിലെ ഓരോ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇത് മൊത്തം എന്താ പറയുക, ഒരുപാട് നല്ല രസമായിട്ടുള്ള കല്ലുകളൊക്കെ ഉണ്ട്. നമ്മൾ നടന്നു വന്ന വഴിയാണ് ഇതെല്ലാം. അപ്പോൾ ഇനി അത്രയും നമുക്ക് ഒന്നും കൂടെ നടക്കാനുണ്ട്. അതിന് ശേഷം ആ കാണുന്ന കുന്നുണ്ടല്ലോ, അതിൻ്റെ സൈഡിലൂടെയാണ് ഇനി നമുക്ക് കയറി പോകേണ്ടത്. ഇത് നേരെ പോകുന്നത് ഈ കുന്ന് കയറി കഴിഞ്ഞാൽ ഹാഫ് മൂൺ ബീച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം കണ്ട് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ എൻഡിങ് ആണിത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്, നല്ല നീറ്റാണ്, ക്ലീനാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ബീച്ചിൽ ഇറങ്ങാൻ തോന്നും. എന്തായാലും തിരിച്ചു പോരുമ്പോൾ ബീച്ചിൽ ഇറങ്ങാനാണ് പ്ലാൻ. കാരണം ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ ഓം ബീച്ചിൻ്റെ എൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് കാണാനുള്ള ബീച്ചാണ് ഹാഫ് മൂൺ ബീച്ച്. അപ്പോൾ എന്തായാലും ഹാഫ് മൂൺ ബീച്ചിൻ്റെ എൻട്രിയാണ് ഇത്. അപ്പോൾ ഇനി ഹാഫ് മൂൺ ബീച്ചിൻ്റെയും പാരഡൈസ് ബീച്ചിൻ്റെയും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. കാരണം ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് ഇതിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.